നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ 3rd ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനുള്ള ഒരു ഫോർമുല ആയിരുന്നു അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഓൾജിബ്രേക്ക് ഫോം ഇങ്ങനെയായിരിക്കും. എങ്ങനെ? എക്സ് ഇസ് ഈക്വൽ ടു an+b. അതായത് ഒരു എന്നിൻ്റെ ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ഇനി സമ്മിൻ്റെ നമ്മൾ എന്ത് കണ്ടു? ഫസ്റ്റ് n ടേമുകളുടെ സമ്മ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു an ഇൻറ്റു n+1 പ്ലസ് NB എന്നാണ്. കണ്ടോ? ഹാഫ് an ഇൻറ്റു n+1 പ്ലസ് NB. എ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ ബി എന്ന് പറയുന്നതും ഇതാണ്. നമ്മുടെ ഓൾജിബ്രേക്ക് ഫോമിൻ്റെ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എയും കോൺസ്റ്റന്റ് ടേം ബിയും. പിന്നെ എത്ര ടേമിൻ്റെ സമ്മാണോ കാണേണ്ടത് അതാണ് n എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോർമുല കൂടാതെ വേറൊരു ഫോർമുലയുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തിട്ടുണ്ട്, 1 4 7 എന്ന് പറയുന്ന ഒരു സീക്വൻസ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് 100 ടേംസിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ആദ്യമായി നമുക്കിതിൽ വേണ്ടത് എന്താണ്? നമുക്കിതിലേക്ക് ആവശ്യമായ എയും ബിയും ഒക്കെ വേണമല്ലേ. എയും ബിയും നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ആ ഓൾജിബ്രേക്ക് ഫോം കണ്ടുപിടിക്കണം. ആ ഫോം കണ്ടുപിടിക്കണം നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ചെയ്തതാ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എങ്ങനെ കാണുക? ഫോം എന്ന് പറയണത് xn ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് ഡി അല്ലേ. ഡി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എഫ് നമ്മുടെ ഫസ്റ്റ് ടേം. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? 1. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ 4 മൈനസ് 1 അതായത് 3 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു dn. ഡി എത്രയാണ്? 3n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് 1 ആണ്. അപ്പോൾ 1 മൈനസ് 3. അപ്പോൾ 3n 1 മൈനസ് 3 എന്താണ്? -2. അപ്പോൾ 3n മൈനസ് 2 ആണ് നമ്മുടെ ഓൾജിബ്രേക്ക് ഫോം. അതാണ് ഇവർ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കിത് അറിയാമല്ലോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഓൾജിബ്രേക്ക് ഫോം, അതായത് ഇതിൻ്റെ nth ടേം അത് നമ്മളോട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഇതിപ്പോൾ an+b എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് a എന്ത് കിട്ടി? എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് അതായത് 3. ബി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം അതായത് -2. വെറും 2 എടുക്കരുത്, ബി സി ഈക്വൽ ടു -2 തന്നെ എടുക്കണം. വിത്ത് സൈനോട് കൂടി തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എയും ബിയും കിട്ടി. ഇനി നമ്മുടെ 100 ടേംസ്, ഫസ്റ്റ് 100 ടേംസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫോർമുല ഹാഫ് എന്താ ഫോർമുല ഒന്നുകൂടി എഴുതാം. ഹാഫ് a ഇൻറ്റു n ഇൻറ്റു n+1 പ്ലസ് NB. അതായത് ഹാഫ് എഴുതി. എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇൻറ്റു 3. എന്ന് പറയുന്നത് എത്ര ടേംസിൻ്റെ നമുക്ക് കാണാനുള്ളത്? 100 ടേംസിൻ്റെ. അപ്പോൾ 100 പിന്നെ n+1. അപ്പോൾ 100+1 എന്ന് പറയുമ്പോൾ 101 പ്ലസ് 100 ഇൻറ്റു -2. ബി എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ ഇത് അപ്പോൾ 100ഉം 2ഉം നമുക്കിവിടെ ക്യാൻസൽ ചെയ്തിട്ട് 50 എഴുതാം. 3 ഇൻറ്റു 50 ഇൻറ്റു 101 അതിൻ്റെ ആൻസർ പ്ലസ് 200 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -200. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി 14,950. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനുള്ള ടേമുകളുടെ സമ്മ്. ഇത് ജനറലായിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതിൽ നമുക്ക് ഇതിപ്പോൾ 100 ടേംസിൻ്റെ അതായത് n ടേമിൻ്റെ ആണെങ്കിൽ ഈ സെയിം സീക്വൻസിൻ്റെ 3 ഇൻറ്റു ഹാഫ് ഇൻറ്റു n 100ൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ n തന്നെ കൊടുക്കുക. n ഇൻറ്റു n+1 -2n. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ? ഇത് വെറുതെ ഒരു ജസ്റ്റ് കാണിച്ചു തന്നതാ. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മുകളുടെ അത് ജനറലായിട്ട് കാണിച്ചു തന്നതാ. n-ന് 100 കൊടുക്കാതെ n ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും എന്നുള്ളത്. ഇനി നമുക്ക് വേറൊരു രീതിയിലും സമ്മ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതല്ലാതെ നമുക്ക് വേറൊരു ഫോർമ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എഴുതിയ ഫോർമുലേനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഹാഫ് a ഇൻറ്റു n ഇൻറ്റു n+1 പ്ലസ് bn. നമുക്ക് ആ ബ്രാക്കറ്റുകളൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ എന്ത് ചെയ്യാണ്? n കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഇതിൽ നിന്ന് n ഇൻറ്റു എനെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഹാഫും എന്നും ഇവിടെ തന്നെ എഴുതി എനുള്ളിലേക്ക് കൊടുത്തു. അപ്പോൾ an പ്ലസ് a പ്ലസ് bn
ഇസ് ഈക്വൽ ടു ഹാഫ് എൻ ഇൻറ്റു നമുക്ക് എ എൻ പ്ലസ് ഈ ബി എന്നിൽ നിന്ന് നമുക്ക് ബി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഹാഫ് എൻ ഇൻറ്റു എ എൻ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി. ഇത് രണ്ടിൽ നിന്നും നമ്മൾ എൻ ഇവിടെ ഇത് എടുത്തിട്ടുണ്ട്. ഹാഫ് എൻ ഇൻറ്റു എ എൻ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്കിത് മാറ്റാം. നിങ്ങളിപ്പോൾ ഇതൊന്നും കൂടുതലായിട്ട് ചിന്തിക്കേണ്ട, നമ്മൾ ആ ഫോർമുല വന്ന വഴി ജസ്റ്റ് കാണിച്ചു തരുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതിൽ എ എൻ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മുടെ nth ടേമാണ് അല്ലേ, എക്സ് എൻ. എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം x1 ആണ്. അപ്പോൾ ഫോർമുല എന്തായി, ഇത് 2 ആണ്, ഹാഫ് ഇൻറ്റു. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായി, ഹാഫ് എൻ ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അതായത് nth ടേം. ഏത് ടേമിൻ്റെ ആണ്? അപ്പോൾ 25th ടേം, 25 ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 25th ടേം. അതാണ് ഇവിടെ n കൊണ്ട് ഈ എക്സ് എൻ കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ ഇതാണ് വേറെ ഒരു ഫോർമുല എന്ന് പറയണത്. കണ്ടോ? അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ 2 ഫോർമുലയുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് നമുക്കിതിൽ ഏത് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഫോർമുല? ഹാഫ് എൻ ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ, അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും. ലാസ്റ്റ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ടേമിൻ്റെ സമ്മാണോ ചോദിച്ചിരിക്കണേ, ആ 2 ടേം ആഡ് ചെയ്തിട്ട് ആ എൻ എത്രയാണ് നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ 25 ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ 25, ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഹാഫാണ് നമ്മുടെ സം എന്ന് പറയുന്നത്. ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേംസ് ബൈ ദ നമ്പർ ഓഫ് ടേംസ്. അത് ജസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതി തന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊന്നും നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള ഫോർമുല എന്ന് തോന്നണേ. മറ്റേതും എളുപ്പം തന്നെയാണ്, ഇതും എളുപ്പം തന്നെയാണ്. 2 ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം 147 എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 100 ടേംസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല കാണാനുള്ളത് നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ്, 100. ഫസ്റ്റ് ടേം എന്താണ്, 1 ആണ്. ലാസ്റ്റ് ടേം എന്താ, 100 ടേംത്ത് നമുക്കറിയോ ഇല്ല. അപ്പോൾ ആ ഒരു ടേം നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് എക്സ് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ 100th ടേം n ഈസ് ഈക്വൽ ടു 100 ആണല്ലേ, 100 ടേംസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 100th ടേം കാണണം, അതായത് x100 ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഇതിൻ്റെ nth ടേം ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നോക്കി നോക്കാം. 3n - 2 കണ്ടോ, 3n - 2 എന്ന് നമ്മളവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൊടുക്കാം 3n - 2. അപ്പോൾ 3 ഇൻറ്റു 100 - 2, അതായത് 300 - 2, അതായത് 298. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ്, ഇനിയിപ്പോൾ ഈ ഒരു ഫോർമുല ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ nth ടേം കാണേണ്ടി വരും. അപ്പോൾ nth ടേം ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം, ഫസ്റ്റ് ടേം പ്ലസ് 99 ടൈംസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്, 3. കണ്ടോ? ഇങ്ങനെയും ചെയ്യാം. എന്താ ഫോർമുല, x1 പ്ലസ് 100 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇവിടെ 100 n - 1, 100ന് പകരം ഞാൻ n എഴുതാം. x1 പ്ലസ് n - 1 ഇൻറ്റു d. ഈ ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഓൾജിബ്രേക്ക് ഫോം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് ഏതാണോ വാല്യൂ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേം കിട്ടും. ഇപ്പോൾ 50th ടേം ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 50 കൊടുത്താൽ നമുക്ക് ആ ഒരു ടേം കിട്ടും. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് n - 1 ടൈംസ് d, അങ്ങനെ ചെയ്താലും കണ്ടോ, 1 പ്ലസ് 99 ഇൻറ്റു 3 എന്ന് പറയുമ്പം 297. അപ്പോൾ 1 പ്ലസ് 297 298. അപ്പോഴും നമുക്ക് 100ൻ്റെ ടേം കിട്ടും. കണ്ടോ? അപ്പോൾ നമുക്ക് 2 രീതിയിലും ആ ടേം കണ്ടുപിടിക്കാം ലാസ്റ്റ്. പിന്നെ നമ്മുടെ ഈ ഒരു ഫോർമുല, അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കത് കിട്ടി 298 ആണെന്ന്. ഇനി ഇവിടെ 2ൽ 2 1 ടൈംസ്, 100ൽ 2 50 ടൈംസ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, 50 ഇൻറ്റു 1 പ്ലസ് 298 എന്താണ്, 299. അപ്പോൾ 50 ഇൻറ്റു 299 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, സെയിം ആ ആൻസർ നമുക്കിവിടെ കിട്ടി, 14,950 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്ക് സമ്മ് കാണാൻ 2 ഫോർമുലയുണ്ട്. അത് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നിൽ നമ്മൾ ഓൾജിബ്രേക്ക് ഫോമിൽ നിന്ന് ആ എയും പിയും ആണ് നമുക്ക് വേണ്ടോ. രണ്ടാമത്തേലാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടേം എന്താണെന്നുള്ളത് വേണം.
അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം, ഏത് ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ഓൾജിബ്രേക്ക് ഫോം എങ്ങനെയായിരുന്നു, an+b അല്ലേ. ഒരു എന്നിൻ്റെ ഒരു ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു ഫോർമുല നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടോ ഇവിടെ n² കണ്ട, n² ടേമും ഉണ്ട്, എന്നിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് സമ്മുകളുടെ ആ ഒരു ഫോം, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മിൻ്റെ ഓൾജിബ്രേക്ക് ഫോം എന്ന് പറയുന്നത് ഒരു n² ടേമും ഒരു എന്നിൻ്റെ ടേം, അതായത് pn² + q എന്ന് ജനറലായിട്ട് നമുക്ക് കൊടുക്കാം. കണ്ടോ, പിയും ക്യൂവും ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓൾജിബ്രേക്ക് ഫോം nth ടേമിൻ്റെ ഓൾജിബ്രേക്ക് ഫോം an+b യും സമ്മുകളുടെ ഓൾജിബ്രേക്ക് ഫോം എന്ന് പറയുമ്പോൾ അതിൽ n² ടേമും ഉണ്ട്, എന്നിൻ്റെ ടേമും ഉണ്ട്, pn² + qn ആണ്. അപ്പോൾ 2 ഫോർമുല നമ്മൾ പഠിച്ചുല്ലോ സമ്മിൻ്റെ. അപ്പോൾ നിങ്ങൾ ആ ഫോർമുല മാത്രം വെച്ചാൽ മതി, അതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോവണ്ട, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ അതിൽ ഏത് ഫോർമുല വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് ഏത് ഫോർമുല വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജിൽ 71ലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്